ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എവിടെയാണ് എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? എനിക്കും മക്കൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അൽഹംദുലില്ലാ, റാഹത്ത് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് കുറേ ദിവസമായില്ലേ ഞാൻ എൻ്റെ രാവിലത്തെ നാഷ്ടയും പിന്നെ എന്താ ഉണ്ടാക്കണത് എങ്ങനെ രാവിലത്തെ ഒരു വീഡിയോ ഇടാതെ ഒരാഴ്ചത്തോളമായില്ലേ. അപ്പം ഇന്ന് ആ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും നാഷ്ട എന്താണ് കമൻറ്റ് ചെയ്തോണ്ടിട്ടോ, എന്താണ് നാഷ്ട എന്നുള്ളത്. എനിക്ക് കക്ക റൊട്ടിയാണ് കേട്ടോ. അപ്പോൾ പത്തിരിക്ക് പൊടിപ്പിച്ച പൊടിയും കൊണ്ടാണ് ചുടുന്നത്. അങ്ങനെ എന്താക്കിയാൽ അത് വാട്ടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താക്കിയാൽ ഒരടുപ്പത്ത് വാട്ടാൻ വേണ്ടി വെള്ളം വെച്ചിട്ട് മറ്റേ അടുപ്പത്ത് ചായക്ക് വെക്കുകയാണ്. അങ്ങനെ ചായയും വെച്ചൊക്കെ ആകുമ്പത്തിന് പിന്നെ പൊടിൻ്റെ വെള്ളം തിളക്കട്ടെ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ പിന്നെയും പറയാണ് കേട്ടോ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യിട്ടോ മക്കളെ. അങ്ങനെ പിന്നെ പൊടി വാട്ടാൻ വെച്ചില്ലേ, ആ വെള്ളം തിളച്ചിന് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ മറന്നിനേനു. അങ്ങനെ പിന്നെ ഉപ്പെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പൊടി നല്ലോണം വാട്ടുക. ഈ സമയത്ത് ഉള്ളിയും തേങ്ങയും ജീരകവും ഒതുക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുക. പക്ഷെ എനിക്ക് ഈ സമയത്ത് അപ്പോൾ തേങ്ങ ചിരണ്ടാനും ഒതുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ലാസ്റ്റ് ഇതിൻ്റെ മസാലയൊക്കെയാണ് കേട്ടോ ഞാനിത് അരക്കണത്. അങ്ങനെ പൊടി വാട്ടാനുള്ള വെള്ളം എടുത്ത് വെച്ച് ചിക്കൻ എടുത്ത് വെച്ച് പിന്നെ ചിക്കൻ കറിക്കുള്ള സാധനങ്ങൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ചിക്കൻ കറി വെക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അതൊക്കെ ഇപ്പോൾ ഞാൻ കുറേ ഇതിൽ കാണിച്ചതുമാണ്. പിന്നെ ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയണതാണല്ലോ. അപ്പോൾ ഞാൻ പിന്നെ കാണിച്ചിട്ട് നിങ്ങളെ വീണ്ടും വീണ്ടും വെറുപ്പിക്കണ്ട വെച്ചിട്ട് ഞാൻ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാണ് പൊടി വാട്ടാൻ വേണ്ടിയിട്ട് വെച്ച് ഞാൻ വെച്ച ചട്ടി ചെറുതായി പോയിട്ടോ. പൊടി കുറച്ചേ ഉണ്ടായിട്ട് ഇനിയിപ്പോൾ നോമ്പൊക്കെ ആയില്ലേ, റൊട്ടിക്കും പത്തിരിക്കെല്ലാം പൊടിയെല്ലാം ഇനിയിപ്പോൾ ഉണക്കി പൊടിപ്പിക്കൽ തുടങ്ങണം. കുറച്ചും കൂടി അങ്ങോട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പൊടി ഉണ്ടായ പൊടി ഇട്ടപ്പോൾ അത് കൂടുതലും ആയാലും പിന്നെ ഇനിയൊരു വട്ടത്തേക്ക് അവിടെ എടുത്തു വെക്കാനുള്ളതും ഇല്ല. അപ്പോൾ ചെറിയ ചട്ടിയാണ്. പിന്നെ അത് വാട്ടിയിട്ട് അവിടെ വെച്ചപ്പത്തിന് ചായൻ്റെ വെള്ളം തളിച്ചിട്ടോ. അപ്പോൾ പഞ്ചാരിയും ചായപ്പൊടി ഇട്ടിട്ട് അതെന്താക്കി പറഞ്ഞാൽ അതങ്ങോട്ട് എടുത്ത് വെച്ചാൽ അതിൻ്റെ പണി അങ്ങ് തീരുമല്ലോ. പിന്നെ വേണ്ടുമ്പോൾ ചില സമയത്ത് ഓർമ്മ ഉണ്ടാവില്ല എനിക്ക് രാവിലെ. ആദ്യമൊക്കെ പറഞ്ഞാൽ പിന്നെ രാവിലെ ഇവിടെ ആർക്കും ചായ നിർബന്ധമില്ല. മദ്രസക്ക് പോകുന്നവർക്കും ഇല്ല, രാവിലെ എണീച്ചാലും ഇല്ല. അങ്ങനെ ചായ വേണം നിർബന്ധമില്ല. നാഷ്ടക്ക് ചായ നിർബന്ധ എന്ന് പറഞ്ഞ പോലെ നിർബന്ധ. അങ്ങനെ പിന്നെ എന്താക്കി പറഞ്ഞെങ്കിൽ എന്താ പറയുക, ഫ്ലോ പോയി മക്കളെ, ഫ്ലോ പോയി പറഞ്ഞു എന്നപ്പോൾ ഫ്ലോ പോയി. ചായ ഒഴിച്ചേക്കുക എന്നല്ലേ. അങ്ങനെ ചായ ഒക്കെ ഒഴിച്ച് വെച്ചിട്ടോ. പൊടി അപ്പത്തേനോടെ വാട്ടിന്. പിന്നെ ഞാൻ പൊടി ഇങ്ങനെ ഉരുളാക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കുഞ്ഞിപ്പത്തലി എന്നും പറയും, കക്ക റൊട്ടി എന്നും പറയും, നൊച്ചിപ്പത്തലി എന്നും പറയും, ഒക്കെ പറയും അത്ര ഇതിന്. പിത്തന പത്തലി എന്നും പറയും അത്ര, നമുക്ക് ഏത് വേണമെങ്കിൽ പറയാം. അവന് ചിക്കൻ കറിക്കില്ലേ ഉള്ളി മുറിക്കണം കേട്ടോ. ഒരു ഉള്ളിയേ എടുത്തിട്ടുള്ളൂ ഞാൻ. അത്യാവശ്യം വലിയ ഉള്ളിയായിരുന്നു. അപ്പം ഞാൻ പിന്നെ അത് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല മുറിക്കുന്നതൊന്നും. അതിന് ചിക്കനൊക്കെ കറിയെല്ലാം അടുപ്പത്ത് വെച്ചിട്ട്, അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ തേങ്ങ ചേർക്കാതെ മസാല ആക്കും, നമ്മൾ പൊടി വാട്ടുമ്പോൾ വേണമെങ്കിൽ എടുക്കുക. ഞാൻ എന്താക്കി പറഞ്ഞാൽ ഇപ്പോഴാണ് കേട്ടോ തേങ്ങയും വലിയ ജീരകവും ഉള്ളിയും കൂടിയും കൂട്ടി അരച്ചിട്ട് എന്താക്കണം ഈ മസാലയൊക്കെ ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഓപ്ഷണൽ കേട്ടോ, വേണമെങ്കിൽ ഇട്ടാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. എങ്ങനെ ആയാലും കുഴപ്പമില്ല, രസമാണത്. എങ്ങനെ ആയാലും തിരക്കടില്ല, ടേസ്റ്റിയാ. രാവിലെ കുറച്ച് മെനക്കെട് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ആവുമെന്നറിയോ, തലേന്ന് രാത്രി ഇതിങ്ങനെ നമ്മൾ ഈ ബോൾ പിടിച്ചിട്ട് ഇഡ്ഡലിച്ചെമ്പിൽ വേവിക്കാൻ വെച്ചിട്ട് രാവിലേക്കൊക്കെ ഈ കറിയാക്കിയിട്ട് കറിയിലിടുകയാണെങ്കിൽ അങ്ങനെയും ഓക്കെയാണ് കേട്ടോ. പക്ഷെ രാവിലെ നമ്മൾ ഈ മെനക്കെട്ട് ഇരിക്കൂലേ,
ഉരുളാക്കാനിരിക്കൂല, ഇതിങ്ങനെ ബോളാക്കാനിരിക്കണ കുറച്ചൊരു മെനക്കെട്ട പണിയാണ്. ഇതേറ്റവും ചെറുതാക്കണത് അത്രയും നല്ലതാണ്. ഞാൻ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ആക്കിയത്, സമയമല്ലല്ലോ, കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ടതല്ലേ, അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ തന്നെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് വല്ലാതെ ചാറ് ഉണ്ടാകാനും പാടില്ല, എന്നാലിട്ടോ പറ്റങ്ങ് ഒട്ടിപ്പിടിച്ചോലാകാനും പാടില്ല. അത്യാവശ്യം ചാറുണ്ടായിക്കോട്ടെ, നമ്മൾ കറി വെച്ച് പെരക്കി തിന്നൂലേ, ആ ഒരു ലെവലിൽ ഉണ്ടായിക്കോട്ടെ കേട്ടോ. അങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഞാൻ പിന്നെ ഇത് ഇട്ടിൽ ചെമ്പിൽ പിന്നെയും വേവിക്കാൻ നിന്നിട്ട്, അപ്പോൾ പൊടി വാട്ടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെന്തിട്ടുണ്ടാവും. പിന്നെ ഒരു ഇട്ടിൽ ചെമ്പിൽ നമ്മൾ നെയ്പ്പത്തലിന് അരക്കും പോലെ അരച്ചിട്ട് ഇങ്ങനെ ആക്കുമല്ലോ, അതിന് നമ്മൾ ഇട്ടിൽ ചെമ്പിൽ വേവിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഈ പത്തിരിപ്പൊടിയും കൊണ്ട് വാട്ടിയിട്ട് ചെയ്യേണ്ടതിന് ചെറിയൊരു ഒട്ടലുണ്ടാവും. അത് ചിലപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഒട്ടൽ എന്നൊക്കെ പറയും, നല്ല അടിപൊളി ടേസ്റ്റാണ് സാധനം, സൂപ്പർ. ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ, സ്കൂൾക്കായാലും എന്തിനായാലും കുട്ടികൾക്ക് കൊണ്ടുപോകണതും ഇതൊക്കെ ഇഷ്ടമാണ്. പാത്രം നോക്കുമ്പോൾ കുന്നോളായിന്, പൊടി വാട്ടിയതും കറി വെച്ചതും എന്നിട്ട് പാത്രം ഇഷ്ടം പോലെ. അങ്ങനെ പിന്നെ ഇത് വെന്ത് അതിൻ്റെ ഇതൊക്കെ വറ്റിയതിൻ്റെ ശേഷം പിന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക, മേലെ കരിവേപ്പില ചപ്പു മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതൊക്കെ നമുക്ക് വേണ്ടതിനനുസരിച്ചിട്ട് കരിവേപ്പില ചപ്പും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഇളക്കിയിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോ നാഷ്ടൻ്റെ പണിയായാൽ പിന്നെ ഒരു വാണ്ടോർ വന്നിട്ട് എടുത്ത് തിന്നോളുമല്ലോ. അതിനൊന്ന് കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അപ്പം പിന്നെ ഇതിനിപ്പോൾ മൂന്നാൾക്കും കൂടി കൊടുത്തയക്കാനും പിന്നെ തിന്നാനും കൂടി എത്തൂല വിചാരിച്ചിട്ടേ നോക്കുമ്പോൾ ഉണ്ട്. അപ്പം ഇന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കാൻ കൊടുത്തേക്ക വെണ്ടക്ക ഉപ്പേരിയ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. ബാക്കി വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാം.